ടീച്ചേഴ്സ് ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രേസസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലെസൺ 27 ക്ലോസസ്. എന്താണ് ക്ലോസിൻ്റെ ടൈപ്സ്, ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ all of you please listen here and try to understand what I said. Okay, so we can define clauses. A clause is a group of words which has a subject and predicate of its own. അതായത് ക്ലോസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് വിച്ച് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഒരു സബ്ജക്റ്റും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ നൗണോ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ക്ലോസസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് സെൻസ്. ഒരു ക്ലോസിന് ഒരിക്കലും ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ പറയാം. അതിന് മുമ്പേ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. ഇറ്റ് ഫോംസ് പാർട്ട് ഓഫ് എ സെൻറ്റൻസ്. അതായത് അത് ഒരു സെൻറ്റൻസിൻ്റെ പാർട്ടായിട്ട് യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഒരു ക്ലോസ്. ഒരിക്കലും അതൊരു കംപ്ലീറ്റ് സെൻസ് കൊണ്ടുവരും. ഒരിക്കലും ഒരു കംപ്ലീറ്റ് സെൻസ് ഫ്രേസിനെ പോലെയൊക്കെ ഈ ക്ലോസിന് കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇഫ് യു സ്റ്റഡീഡ് ബിഫോർ ദ റെയിൻ കംസ്. ഇപ്പോൾ ഈ 2 സംഭവങ്ങൾ, ഇപ്പോൾ ഈ 2 എക്സാമ്പിൾ, ഇതിലെന്തെങ്കിലും ഒരു സെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിന് മീനിങ് കൊടുക്കാനോ ഈ 2 ക്ലോസസിന് പറ്റുന്നുണ്ടോ? ഇഫ് യു സ്റ്റഡീഡ് ബിഫോർ ദ റെയിൻസ് കം. അപ്പോൾ ഈ 2 വേർഡ്സും ഇവിടെ ഇൻകംപ്ലീറ്റ് ആണ്. സോ ഇറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഇത് ഫോം ചെയ്യുന്നുള്ളൂ ക്ലോസസ്. അതൊരിക്കലും ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് സെൻസ്. അതിന് ഒരിക്കലും ഒരു കംപ്ലീറ്റ് സെൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇനി ഇതിൽ തുടർന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ പ്ലീസ് ടേക്ക് യുവർ അറ്റൻഷൻ ഹിയർ. മെയിൻ ക്ലോസസ് ആൻഡ് സബോർഡിനേറ്റ് ക്ലോസ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണ് മെയിൻ ക്ലോസ് എന്നും അതുപോലെ തന്നെ എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്നാണ്. സോ ഇഫ് എ സെൻറ്റൻസ് ഹാസ് ഓൺലി 1 clause, it will of course the main clause or principal clause. അതായത് ഒരു സെൻറ്റൻസിലാകെ ഒരൊറ്റ ക്ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസുകളെ അല്ലെങ്കിൽ അത്തരം വാക്കുകളെ നമ്മൾ വിളിക്കുന്നത് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്നാണ്. പ്രിൻസിപ്പൽ ക്ലോസോ മെയിൻ ക്ലോസ് എന്നോ ആണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെ വിളിക്കുന്നത്. എ മെയിൻ ക്ലോസ് ഹാസ് കംപ്ലീറ്റ് മീനിങ് ആൻഡ് ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് മെയിൻ ക്ലോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് ഒരു സെൻറ്റൻസ് ഫോം ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും, കംപ്ലീറ്റ്ലി അതിന് ഒരു സെൻസ് കൊടുക്കാനും പറ്റും. ഇറ്റ് ക്യാൻ സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫ്. അതായത് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് നിലനിൽക്കാനും മെയിൻ ക്ലോസിന് സാധിക്കും. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ആ സെൻറ്റൻസും സെൻസും കംപ്ലീറ്റ് ആണ്. അവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ അവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല. ഷീ പാസ് ദ എക്സാമിനേഷൻ. ഐഡിയ ക്ലിയർ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. കാരണം ഷീ പാസ് ദ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ക്ലോസിൻ്റെ കാര്യം വരുമ്പോൾ മെയിൻ ക്ലോസിനെ പറ്റിയിട്ട് സബോർഡിനേറ്റ് ക്ലോസിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. സോ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. അതിന് സ്റ്റാൻഡ് ബൈ ഇറ്റ് സെൽഫാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ഒരു മീനിങ്ങോ ഒരു സെൻസോ ഫോം ചെയ്യാനും അതിന് സാധിക്കും. വെൻ വി ആഡ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ടു ദ എബവ് സെൻറ്റൻസ് they no more remain sentence or main clause but they subordinate clause. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ മുകളിൽ കൊടുത്തിട്ട് ഈ 2 വാക്കുകളില്ലേ, ഹീസ് മൈ ഫ്രണ്ട്, ഷീ പാസ് ദ എക്സാമിനേഷൻ, ഇതിൻ്റെ കൂടെ നമ്മളൊരു സബോർഡിനേറ്റ് ക്ലോസ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സബോർഡിനേറ്റ് ക്ലോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആഡ് ചെയ്യുമ്പോൾ അതിനൊരിക്കലും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഒറ്റ സെൻറ്റൻസ് മീനിങ് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസായി പോകുമെന്നാണ് പറഞ്ഞത് കേട്ടോ.
അത് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് മാറും. അപ്പോൾ അത് പറയണം, അതിൻ്റെ എക്സാമ്പിൾ പറയണേ. ഇഫ് ഹീസ് മൈ ഫ്രണ്ട് വെൻ ഷീ പാസ് ദ എക്സാമിനേഷൻ. ആ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഇനി അത് പറഞ്ഞുതരാം. നൗ വി വിൽ ഹാവ് ടു ആഡ് ദ മെയിൻ ക്ലോസ് ടു മേക്ക് ദെയർ മീനിങ് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ആ മെയിൻ ക്ലോസിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് കൂടി ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ അത് വായിക്കാൻ നോക്കാം. ഇഫ് ഹീ ഈസ് മൈ ഫ്രണ്ട് ഹീ വിൽ ഹെൽപ്പ് മീ. വെൻ ഷീ പാസ് ദ എക്സാമിനേഷൻ ഷീ went abroad to find a job. In the above sentence, he will help me is the main clause. He will help me, അതായത് he will help me എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നുമില്ല. അത് സെൻറ്റൻസും അവിടെ കംപ്ലീറ്റ് ആണ്, ആ ഐഡിയ അവിടെ കംപ്ലീറ്റ് ആണ്. ഇഫ് ഹീ ഈസ് മൈ ഫ്രണ്ട്, ഒരു പക്ഷേ അവൻ എൻ്റെ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ, ആ ഫ്രണ്ട് ആരാന്ന് പറയുന്നില്ല, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ഒന്നും പറയുന്നില്ല. ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അത് ആരും ആവാം. അപ്പോൾ ആ ഒരു സെൻസ് അവിടെ കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നായിരിക്കും വിളിക്കുക കേട്ടോ. സബോർഡിനേറ്റ് ക്ലോസ് എന്നായിരിക്കും വിളിക്കുക. ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ഷീ വെൻറ്റ് അബ്രോഡ് ടു ഫൈൻഡ് എ ജോബ്. കാരണം ഷീ വെൻറ്റ് ടു അബ്രോഡ് ടു ഫൈൻഡ് എ ജോബ് എന്ന് പറയുമ്പോൾ ദ സെൻസ് അല്ലെങ്കിൽ ദ സെൻറ്റൻസ് ഈസ് കംപ്ലീറ്റ് ദെയർ അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. വെൻ ഷീ പാസ് ദ എക്സാമിനേഷൻ ഈസ് സബോർഡിനേറ്റ് ക്ലോസ്. വെൻ ഷീ പാസ് ദ എക്സാമിനേഷൻ ഇറ്റ്സ് എ കണ്ടീഷൻ, മേ ബി ഓർ മേ നോട്ട് ബി പാസ്ഡ്. പാസ്സാവാം, പാസ്സാവാണ്ടിരിക്കാം. മറ്റേതെന്ന് പറയുമ്പോൾ ഷീ വെൻറ്റ് ടു അബ്രോഡ് ടു ഫൈൻഡ് എ ജോബ്, അതിന് കറക്റ്റാണ് ആ എക്സാമ്പിൾ. ദ മെയിൻ ക്ലോസ് ഇൻ എ സെൻറ്റൻസ് ക്യാരീസ് ദ മെയിൻ ഐഡിയ. മെയിൻ ക്ലോസ് എപ്പോഴും ക്യാരീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മെയിൻ ഐഡിയാസാണ് ക്യാരി ചെയ്യുക. സബോർഡിനേറ്റ് അതുപോലെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഐഡിയ. ഇറ്റ് കാൺ സ്റ്റാൻഡ് എലോൺ. ഇറ്റ് ഓൾസോ കോൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. അതായത് സബോർഡിനേറ്റ് ക്ലോസിന് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്നും പറയും കേട്ടോ. സബോർഡിനേറ്റ് ക്ലോസിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, മറക്കരുത്. അപ്പോൾ മെയിൻ ക്ലോസിൻ്റെയും സബോർഡിനേറ്റ് ക്ലോസിൻ്റെയും ഓരോ എക്സാമ്പിൾസാണ് ഇനി പറയാൻ പോകുന്നത്. ഖത്തർ ഈസ് എ റിച്ച് കൺട്രി ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട്സ് ഓഫ് ഓയിൽ. അപ്പോൾ ഖത്തർ ഈസ് എ റിച്ച് കൺട്രി എന്ന് പറയുമ്പോൾ ഖത്തർ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഒരു രാഷ്ട്രമാണെന്നാണ് പറഞ്ഞത്. അതാണ് മെയിൻ ക്ലോസ്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ഓയിൽ, അവിടെ ഒരു ബിക്കോസ് വരുന്നുണ്ട്. ഇറ്റ് ഹാസ് എ ലോട്ട്സ് ഓഫ് ഓയിൽ. സോ അതെൻ്റെ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരിക. ഷീ വിൽ ഡൈ ഇഫ് ഷീ ഡസ് നോട്ട് ടേക്ക് ദ മെഡിസിൻ. ഷീ വിൽ ഡൈ എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ വേറെ ഒന്നും ചേർക്കാനില്ല കേട്ടോ. വി ക്യാൻ ഓൾസോ സ്റ്റാർട്ട് എ സെൻറ്റൻസ്. അപ്പോൾ ഇതിലൊക്കെ തുടങ്ങുന്നത് മെയിൻ ക്ലോസിൽ നിന്ന് സബോർഡിനേറ്റ് ക്ലോസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് സെൻറ്റൻസ്. അതായത് ഒരു മെയിൻ ക്ലോസിൽ തുടങ്ങി സബോർഡിനേറ്റ് ക്ലോസിൽ അവസാനിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സബോർഡിനേറ്റ് ക്ലോസിലും സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യാം. സബോർഡിനേറ്റ് ക്ലോസസ് ക്യാൻ ബി നൗൺ, അഡ്ജക്റ്റീവ് ഓർ ആഡ്വേർബ്സ്. സബോർഡിനേറ്റ് ക്ലോസസിന് നൗൺസ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഉണ്ട്, ആഡ്വേർബ്സും ഉണ്ട്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സബോർഡിനേറ്റ് ക്ലോസസ് ആസ് നൗൺ. സബോർഡിനേറ്റ് ക്ലോസസ് നൗൺ ആവുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഹൗ ദ തീഫ് എൻറ്റേർഡ് ഈസ് വെരി മിസ്റ്റീരിയസ്. ആ കള്ളൻ വന്നത് എന്നുള്ളത് ഇപ്പോഴും ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിളാണ് കേട്ടോ. ഫസ്റ്റ് ഇത് മനസ്സിലാക്കാം. വാട്ട് ഐ ഹേർഡ് ഷോക്ക്ഡ് മീ. ഇറ്റ്സ് പെയിൻഡ് മീ ടു ഹിയർ ദാറ്റ് ഷീ വാസ് ഡെഡ്. അപ്പോൾ 3 എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത്. ഹൗ ദ തീഫ് എൻറ്റേർഡ് ഈസ് വെരി മിസ്റ്റീരിയസ്. വാട്ട് ഐ ഹേർഡ് ഷോക്ക്ഡ് മീ. ഇറ്റ്സ് പെയിൻഡ് മീ ടു ഹിയർ ദാറ്റ് ഷീ വാസ് ഡെഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ എ ആൻഡ് ബി, അതായത് ഫസ്റ്റത്തെ എക്സാമ്പിളും സെക്കൻഡത്തെ എക്സാമ്പിളും സിയും, അതിൽ എയിലും ബിയിലും നമ്മൾ മാർക്ക് ചെയ്ത് പറയേണ്ടത് ഹൗ ദ തീഫ് എൻറ്റേർഡ്, വാട്ട് ഐ ഹേർഡ്. ഈ 2 സംഭവങ്ങളെന്ന് പറയുന്നത് സബ്ജക്റ്റാണ്.
സബ്ജക്റ്റാണ്. അപ്പോൾ തേർഡ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ തേർഡ് എക്സാമ്പിൾ പറയുമ്പോൾ ഇറ്റ്സ് പെയിൻഡ് മീ ടു ഹിയർ ദാറ്റ് ഷീ വാസ് ഡെഡ് എന്ന് പറയുമ്പോൾ അത് ഒബ്ജക്റ്റാണ്. സി ഒബ്ജക്റ്റും മറ്റേ 2 സെൻറ്റൻസസ് സബ്ജക്റ്റുമാണ്. ദ നൗൺ ക്ലോസസ് വർക്ക് ആസ് noun equivalents standing as subject or objects. സോ ഈ നൗൺ ക്ലോസസ് നൗൺ ഈക്വലൻസ് ആയിട്ടും അതുപോലെ തന്നെ അത് സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയിട്ടായിരിക്കും സ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് സബോർഡിനേറ്റ് ക്ലോസസ് യൂസ്ഡ് ആസ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സബോർഡിനേറ്റ് ക്ലോസ് യൂസ് ചെയ്യുന്നത് നൗൺസിലാണ്. ഇനി സബോർഡിനേറ്റ് ക്ലോസസ് യൂസ്ഡ് ആസ് എങ്ങനെയാണ് സബോർഡിനേറ്റ് ക്ലോസസ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ദ സ്റ്റുഡൻറ്റ് ഹൂ കെയിം ഫസ്റ്റ് ലാസ്റ്റ് ഇയർ റിസീവ്ഡ് ആസ് എ സ്പെഷ്യൽ പ്രൈസ്. മാർച്ച് ഈസ് ദ മന്ത് വെൻ സ്റ്റുഡൻറ്റ് വർക്ക് റിയലി ഹാർഡ്. ഇതിൽ ദ സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ഹൂ കെയിം ഫസ്റ്റ് ലാസ്റ്റ് ഇയർ റിസീവ്ഡ്. അപ്പോൾ ഹൂ കെയിം ഫസ്റ്റ് ലാസ്റ്റ് ഇയർ, അപ്പോൾ ഹൂ എന്നുള്ളത് ഈ ഹൂ, അതുപോലെ തന്നെ വേർ, വാട്ട്, ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ് കേട്ടോ. പ്രിപ്പോസിഷണൽ ആഡ്വേർബ്സും അതുപോലെ തന്നെ നൗൺസും ആയിട്ട് ഇതിനെ ഉപയോഗിക്കാം, മറക്കരുത്. നമ്മൾ പ്രിപ്പോസിഷനിൽ പഠിച്ച ചില പ്രിപ്പോസിഷൻസ് ഇല്ലേ, ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ നൗണിൻ്റെ കൂടെയും അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെയും ആഡ്വേർബ്സ് ക്ലോസസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇതിൽ ദ സ്റ്റുഡൻറ്റ് കഴിഞ്ഞിട്ട് ഹൂ കെയിം ഫസ്റ്റ് ലാസ്റ്റ്, ഹൂ എന്നുള്ളത് ഒരു പ്രപ്പോസിഷൻ വന്നു, ഫസ്റ്റ് ലാസ്റ്റ് ഇയർ വരെ ഒരൊറ്റ ക്ലോസായി. റിസീവ്ഡ് ആസ് എ സ്പെഷ്യൽ പ്രൈസ്. മാർച്ച് ഈസ് ദ മന്ത് വെൻ ദ സ്റ്റുഡൻറ്റ്, വെൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അവിടെ നിന്ന് മുതൽ, വെൻ ദ സ്റ്റുഡൻറ്റ് വർക്ക് റിയലി ഹാർഡ്. This sentence called subordinate clauses, they are called adjective clauses. ഇതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസസ് എന്നും വിളിക്കുന്നു. സബോർഡിനേറ്റ് ക്ലോസസ് യൂസ്ഡ് ആസ് ആഡ്വേർബ്. ഇനി ആഡ്വേർബ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് പറയുന്നത്. യു മേ ലീവ് ദാറ്റ് വെൻ യു ലൈക്ക്. He cried a lot because he was beaten mercilessly. അതുപോലെ തന്നെ ആൻ്റണി ലവ്സ് സിമി മോർ ദാൻ മദർ ഡസ്. അപ്പോൾ ഈ 3 ആഡ്വേർബ്സിലും യു മേ ലീവ് ദാറ്റ് വെൻ യു ആർ ലൈക്ക്. യു മേ ലീവ്, നിനക്ക് പോവാം. ദാറ്റ്, നിനക്കത് എപ്പോൾ വേണമെങ്കിലും അബാൻഡൻ ചെയ്യാം. വെൻ യു ലൈക്ക്, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ. അപ്പോൾ വേർ യു ലൈക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. ഹൂ, വെൻ, വേർ, ഇതൊക്കെ പ്രിപ്പോസിഷൻസ് ആയിട്ടും ആഡ്വേർബ്സ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹീ ക്രൈഡ് എ ലോട്ട് ബിക്കോസ് ഹി വാസ് ബീറ്റൻ മേഴ്സിലെസ്ലി. അപ്പോൾ അതൊക്കെ അടിവരയിട്ട് പഠിക്കേണ്ട ആഡ്വേർബ് സബോർഡിനേറ്റ് ക്ലോസസ് ആണ്. ഇനി മറക്കരുത്. ആൻ്റണി ലവ്സ് സിമി മോർ, ഇതൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ക്ലാസ്സസിലെടുത്ത ഇതാണ്, നോട്ട്സൊക്കെയാണ്. പ്രിപ്പോസിഷൻ്റെ ഭാഗത്തൊന്ന് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും ഇത് കേട്ടോ. ആൻ്റണി ലവ് സിമി മോർ ദാൻ ഹിസ് മദർ ഡസ്. അതായത് ആൻ്റണി അവൻ്റെ വൈഫിന് അല്ലെങ്കിൽ സിമിയെ ലവ് ചെയ്യുന്നു. മോർ ദാൻ ഹിസ് മദർ ഡസ്, എൻ്റെ അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മോർ ദാൻ മുതലും ഹിസ് മദർ ഡസ് വരെ. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. സോ ക്ലോസസ് എന്താണെന്ന് കൺഫ്യൂസ്ഡ് ആവേണ്ട. കുറച്ച് കണ്ടൻറ്റ് കൂടുതലുണ്ട്, പക്ഷേ സിമ്പിളാണ് കാര്യം. ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക്